ഇസ്രായേലുമായി ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ഹമാസ്. ഒരു കീഴടങ്ങലല്ല ഹമാസ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ യുദ്ധവും താത്കാലിക വെടിനിർത്തലുമല്ല, സമ്പൂർണ്ണ വെടിനിർത്തലാണ് ഇരുപക്ഷത്തിനും നല്ലതെന്നാണ് ഹമാസ് ഇപ്പോഴെടുത്തിരിക്കുന്ന നിലപാട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഗാസയിൽ താത്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അധികനാൾ ആ വെടിനിർത്തലിന് ആയുസ് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ മാർച്ച് 2 മുതൽ ഇസ്രായേൽ ഗാസയിലേക്കുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും തടഞ്ഞു. മാർച്ച് 18 മുതൽ വെടിനിർത്തൽ കരാറിനെ കാറ്റിൽ പറത്തി ഇസ്രായേൽ വീണ്ടും ഗാസയിലേക്ക് ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് ഹമാസിനിപ്പോൾ മനം മാറ്റമുണ്ടായിരിക്കുന്നത്. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണം, ഇസ്രായേലിന്റെ തടവിലാക്കപ്പെട്ട പലസ്തീനികളെ മോചിപ്പിക്കണം, തകർന്ന ഗാസയെ പുനർനിർമ്മിക്കണം. ഇതിനെല്ലാം പകരമായി എല്ലാ ബന്ദികളെയും തങ്ങൾ മോചിപ്പിക്കാമെന്നാണ് ഹമാസിന്റെ നിലപാട്. ഇസ്രായേൽ മുന്നോട്ട് വെച്ച താത്കാലിക വെടിനിർത്തൽ കരാറിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഹമാസ് ഇങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന തീരുമാനം പുറം ലോകത്തെ അറിയിച്ചത്. എന്നാൽ ഹയ്യ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഹമാസിന്റെ ഇപ്പോഴത്തെ ആവശ്യത്തോട് ഇസ്രായേൽ പോസിറ്റീവായി പ്രതികരിക്കുമെന്ന് ഒരു പ്രതീക്ഷയും ഹമാസിനില്ലെന്നാണ് ഹയ്യ പറയുന്നത്. നെതന്യാഹുവും ഇസ്രായേൽ സർക്കാരും അവരുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി യുദ്ധത്തെ ഉപയോഗിക്കുന്നുവെന്നും ബന്ദികളാക്കപ്പെട്ട പൗരർ തിരികെ എത്തണമെന്ന ഒരു നിർബന്ധവും നെതന്യാഹുവിനില്ലെന്നും ഖലീൽ അൽ ഹയ്യ പറയുന്നുണ്ട്. അതേസമയം വെടിനിർത്തലിനായി കെയ്റോയിൽ തിങ്കളാഴ്ച നടന്ന ചർച്ചയും ഫലം കണ്ടില്ല. ഇരു വിഭാഗവും പരസ്പരം കുറ്റപ്പെടുത്തൽ തുടരുന്നതാണ് ചർച്ചകൾ എങ്ങുമെത്താതിരിക്കാൻ കാരണം. ബന്ദികളെ വിട്ടു നൽകാതെ ഗാസയിലേക്കുള്ള ആക്രമണത്തിന് ശമനമുണ്ടാകില്ലെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഈ നിലപാടിനോട് അനുകൂലമായ പ്രതികരണമാണ് ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പന്തിപ്പോൾ ഇസ്രായേലിന്റെ കോർട്ടിലാണ്. അവർ വിചാരിച്ചാൽ ഈ യുദ്ധം വൈകാതെ അവസാനിക്കും. ഇസ്രായേൽ ഇതിൽ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്.